അൽഷിമേഴ്സ് ബാധിതനായ വിമുക്ത ഭടനെ നഗ്നനായി വലിച്ചിഴച്ച സംഭവത്തിൽ ഹോം നഴ്സ് അറസ്റ്റിലായിരിക്കുകയാണ്. ഈ വാർത്ത ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ്. അൽഷിമേഴ്സ് രോഗിയെ ഒരു ഹോം നഴ്സ് മർദ്ദിച്ചു. ഇതില് ആരുടെ ഭാഗത്താണ് തെറ്റുള്ളത്? അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. അതില് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഒരു രോഗിയെ പരിചരിക്കാൻ ഒരു നേഴ്സിനെ വീട്ടിൽ വെക്കുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അവർക്ക് PCC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടോ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ പോകുന്ന കമ്പനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ, അവരെത്ര നാളായി പ്രവൃത്തി പരിചയമുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ആ നേഴ്സ് ഈ രോഗിയെ പരിചരിക്കാനായിട്ടുള്ള എന്തെങ്കിലും കോഴ്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകളോ കാര്യങ്ങളോ ആ നേഴ്സിനുണ്ടോ എന്നുള്ളത് മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അറിവില്ലാത്തവരെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുന്നു. അതുകൊണ്ടാണ് ഇതുപോലുള്ള ധാരാളം ഇൻസിഡൻറ്റുകൾ ഉണ്ടാകുന്നത്. ഒരു നേഴ്സിംഗ് കോഴ്സ് പഠിച്ച് അല്ലെങ്കിൽ ജീറിയാട്രിക്കോ കെയർ ഗീവിംഗ് കോഴ്സുകളോ GDA കോഴ്സുകളോ GNMO ANMO BSCയോ പഠിച്ചേക്കുന്ന സ്റ്റാഫുമാർ ഒരിക്കലും ഒരു രോഗിയോടും മോശമായിട്ട് പെരുമാറത്തില്ല. അത് 100% നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു നേഴ്സിനെ വീടുകളിൽ രോഗിയെ പരിചരിക്കാനായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ചവരാണെന്നുള്ളതും അവർക്ക് പഠിച്ചൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുള്ളതും മസ്റ്റായിട്ട് ഉറപ്പുവരുത്തുക. വിദേശ രാജ്യങ്ങളിലെല്ലാം പഠിക്കാത്ത ഏതെങ്കിലും നേഴ്സ് ഒരു രോഗിയെ നോക്കിയതായിട്ട് ചരിത്രമുണ്ടോ? ഇല്ല. അവിടെ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ, വീടുകളിൽ പോലും ഒരു രോഗിയെ നോക്കണമെന്നുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. ഇത് ചോദിക്കുന്നില്ല. ഇത് എന്ന് മുതൽ ചോദിക്കാൻ തുടങ്ങുന്നോ അന്ന് മുതൽ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ ആൾക്കാരും ഒരു സർട്ടിഫിക്കറ്റ് നേടാനായിട്ടുള്ള കഴിവിലേക്ക് മാറും. ഇനിയെങ്കിലും നമ്മൾ ഒരു ഹോം നേഴ്സിനെ അല്ലെങ്കിൽ ഒരു നേഴ്സിനെ നമ്മൾ രോഗി പരിചരണത്തിന് വെക്കുമ്പോൾ ഈ നിസ്സാരമായിട്ടുള്ള ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. നന്ദി, നമസ്കാരം.